ഹലോ, എൻ്റെ ഒരു പഴയ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ളൊരു കോമൻറ്റ് ആണിത്. ഇത് ആക്ച്വലി വായിച്ചതിന് ശേഷം കുറച്ച് നേരം ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. കാരണം എനിക്ക് എന്ത് പറയണം, എന്ത് റിപ്ലൈ കൊടുക്കണം എന്ന് കുറച്ച് നേരത്തേക്ക് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആൾക്കൊരു റിപ്ലൈ കൊടുത്തു. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം. കാരണം എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ എല്ലാവരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അച്ഛനായാലും അമ്മയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് അച്ഛനില്ലാത്തതോ അല്ലെങ്കിൽ അമ്മ ഇല്ലാത്തതൊന്നും നമ്മൾ ചെയ്യുന്ന കുറ്റം കൊണ്ടാവില്ല. അത് ഫേറ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അതൊരു നമ്മുടെ ഒരു വിധിയാണ്, നമ്മുടെ തലവരെയാണത്. നമ്മുടെ ലൈഫിൽ ആരൊക്കെ എന്താ പറയുക സ്റ്റിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ എപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകണം എന്നുള്ളതൊക്കെ ഒരു വിധിയാണ്. അതിൻ്റെ പേരിൽ ഇങ്ങനെ ഹറാസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളിയാക്കുന്നതെന്നൊക്കെ പറയുമ്പം അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴത്തെ കാലത്തും ഉണ്ടെന്ന് ഓർക്കുമ്പം ഐ ഫീൽ അഷേംഡ്. സത്യം പറയാലോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ആരെയും നേരിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരാളെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വിഷമാണ് തോന്നുന്നത്. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും ഞാൻ ആ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 49 പേരിൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത് മതി. നമുക്ക് നമ്മളെ താല്പര്യമില്ലാത്ത 49 പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരാൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അസറ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ആൾക്കാരല്ല നമ്മുടെ ലൈഫിൽ വേണ്ടത്. ക്വാളിറ്റി ഉള്ള ഒരാളുണ്ടെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടായാലും അതിനെ ഡിഫീറ്റ് ചെയ്യാം. അതാണ് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്ന കാര്യം. അതാണ്. എത്ര 100-200 ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ പോലും അതില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഫ്രണ്ട്സിൻ്റെ നമ്പർ 0 തന്നെയാണ് സ്റ്റിൽ. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന 1-2 ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക ബെറ്ററായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ആരെന്ത് വേണമെങ്കിലും ബ്രോനോട് പറഞ്ഞോട്ടെ, ആര് പറഞ്ഞാലും അവരെ ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അവർ പറഞ്ഞതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ബോൾഡായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കളിയാക്കുന്നവരുടെ മുമ്പിൽ താഴ്ന്നു കൊടുത്ത് എന്താ പറയുക എൻ്റെ വിദ്യ അതാണല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കല്ല വേണ്ടേ. കളിയാക്കുന്നവരുടെ മുമ്പിൽ ഇരട്ടി ശക്തിയോട് തലയുയർത്തി പിടിച്ച് മുന്നോട്ട് പോയിട്ട് അങ്ങനെയാണ് നമ്മൾ റിവെഞ്ച് എടുക്കേണ്ടത്. അല്ലെങ്കിൽ അവരെന്നെ കളിയാക്കുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു, ഞാൻ തളർന്നു പോകുന്നു എന്ന് ഓർത്ത് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ മേത്ത് വന്ന് കുതിര കയറുകയുള്ളൂ. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം. ആരെന്ത് കളിയാക്കിയാലും നമ്മുടെ കഴിവുകളെ മെന്റലി തളർത്താൻ അവർക്ക് പറ്റും, അല്ലാണ്ട് അത് തളർത്താൻ പറ്റില്ല. സോ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ബെറ്റർ ലൈഫാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. സോ ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുക. ഇത് പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ബട്ട് ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു ആളാണ് ഞാൻ എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാം. കുറേയൊക്കെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് പല കാര്യങ്ങൾ കൊണ്ടും താഴ്ന്നു പോയിരുന്ന സമയത്ത് ഇങ്ങനെ അത്യാവശ്യം ബോൾഡായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഉപദേശം മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ ആൾ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആരാണ് എന്താണെന്നൊക്കെ. ഇനിയിപ്പോൾ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കമൻറ്റിൻ്റെ രീതി കണ്ടിട്ട് എനിക്ക് ഒരിക്കലും എന്നെ കളിയാക്കാൻ വേണ്ടി ഒരാളെ കമൻറ്റ് ഇട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആൾ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാണുകയാണെങ്കിൽ കമൻറ്റ് ഇടുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ ബൈ.